അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ MO-20 കത്തി, MO-26 ഈ പറയുന്ന ബ്ലൂ ബാഗ്, ഒപ്പം തന്നെ MO-13 ഈ പറയുന്ന ബെഡ്ഷീറ്റ്, അതുമായി ബന്ധപ്പെട്ട് പോലീസ് കൊണ്ടുവന്ന ആ ഒരു തെളിവ് കെട്ടിച്ചമച്ചു. ഈ കത്തി കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയല്ല, അത് ബെനഡിക്ട് അച്ഛന്റെ കത്തിയല്ല, അത് പോലീസ് കുറ്റം ബെനഡിക്ട് അച്ഛനിൽ ചാർത്താൻ വേണ്ടി പോലീസ് കൊണ്ടുവന്ന കൃത്രിമ തെളിവാണ്. ഒപ്പം തന്നെ ഈ ബെഡ്ഷീറ്റുമായി ബന്ധപ്പെട്ടും നമ്മൾ ചർച്ച ചെയ്തു. ബെഡ്ഷീറ്റ് ബെനഡിക്ട് അച്ഛനിലേക്ക് എത്തിക്കാൻ അവർ കാണിച്ച വ്യഗ്രത, അവർ കാണിച്ച കൃത്രിമത്വങ്ങൾ, ഒപ്പം തന്നെ ഈ ബ്ലൂ ബാഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നാം ചർച്ച ചെയ്തു. ഒരു പോയിന്റ് നമ്മൾ ഇനി അടുത്ത ഒരു സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്നത് ഈ അച്ഛന്റെ യാത്രാപഥമാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ വിധിന്യായത്തിൽ ഉടനീളം ഉള്ള ഒരു അപാകതകളെ പറ്റിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ കാലഘട്ടത്തിലും ഈ ഒരു മീഡിയ ട്രയൽ, ഒരു വിചാരണ നടക്കുമ്പോൾ കൃത്യമായി തന്നെ പ്രതി ഇന്ന വ്യക്തിയാണ്, നമ്മൾ ഈ അഭയ കേസിലും പല കേസുകളും നാം കണ്ടതാണ്, ഇന്ന വ്യക്തിയാണ് എന്ന തരത്തിൽ പത്രമാധ്യമങ്ങളിൽ നിറം പിടിപ്പിക്കുന്ന വാർത്തകൾ വരുന്നു. അത് സ്വാഭാവികമായിട്ടും ജഡ്ജിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ വളരെ ദാരുണമായിട്ടുള്ള, അങ്ങനെ സംഭവിച്ചേക്കാവുന്ന, നമുക്ക് സ്വാഭാവികമായിട്ടും സംഭവിച്ചേക്കാവുന്ന ചില ഇൻസിഡൻസ് ഈ കൊല്ലം സെഷൻസ് കോടതിയിൽ വിചാരണ കാലയളവിൽ നടന്നിട്ടുണ്ട്. ജോർജ്, ഈ പഠനം വളരെ പ്രധാനമുണ്ട്. കാരണം അന്നത്തെ കാലത്ത് വിഷ്വൽ മീഡിയയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ലായിരുന്നുവെങ്കിലും ഇപ്രകാരമാണ് പറഞ്ഞു കേൾക്കുന്നത്: 3000-നും 3500-നും ഇടയിൽ ആൾക്കാര് ഈ അച്ഛൻ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത് അവിടെ സ്ഥിരമായി കടന്നു വരുമായിരുന്നു. ഇനി കോടതിയുടെ ആ നടപടി ഏകദേശം ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് പോലീസ് വളരെ കൃത്യമായി അച്ഛനെ അവിടെ കൊണ്ടുവരികയും അതിനുശേഷം അച്ഛനെ ഒരു പരസ്യ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. പ്രദർശന വസ്തുവാണ് ഇത്. ഈ ഒരു മീഡിയ വിചാരണയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആൾക്കൂട്ട വിചാരണയ്ക്ക് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം, ഇതൊക്കെ അന്നത്തെ കാലത്തെ ജഡ്ജിമാരെ, ഇന്നത്തെ കാലത്തെ പോലെ തന്നെ അന്നത്തെ കാലത്തെ ജഡ്ജിമാരെയും വിധിന്യായത്തെയും കോടതിയൊക്കെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ ചില വ്യക്തികൾ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ഇനി അടുത്തൊരു സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്നത്, ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തി ഏറ്റവും അവസാനമായി കൊലപാതകത്തിന് മുമ്പ് കാണപ്പെട്ടത് ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന അച്ഛന്റെ ഒപ്പമാണ്. അല്ലെങ്കിൽ കൊലപാതകം ചെയ്യപ്പെട്ട ആ ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അടുത്ത പോയിന്റിൽ ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പോലീസ് മെനഞ്ഞെടുത്ത ചില കാര്യങ്ങൾ, അതായത് അച്ഛന്റെ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഈ മന്നമരുതിയിലേക്കുള്ള യാത്രാപഥം, കൊലപാതകത്തിന് ശേഷം മന്നമരുതിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രാപഥം, അതിനു വേണ്ടിയിട്ട് പോലീസ് കൊണ്ടുവന്ന തെളിവുകൾ, അത് എങ്ങനെ ഹൈക്കോടതി ആ തെളിവുകളെ എന്തുകൊണ്ട് അത് എടുത്തില്ല, സ്വീകാര്യമായി കൺസിഡർ ചെയ്തില്ല എന്നൊരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും ആദ്യം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അച്ഛൻ ചങ്ങനാശ്ശേരിയിലാണ്, നമുക്കറിയാം. അച്ഛൻ ബിഷപ്പ് ഹൗസിന്റെ ഓപ്പോസിറ്റുള്ള ഓർഫനേജിലാണ് താമസിക്കുന്നത്. അച്ഛൻ ഭക്ഷണം കഴിക്കുന്നത് ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിലാണ്. അപ്പോൾ അന്ന് പോലീസ് ഭാഷ്യമനുസരിച്ച് മന്നമരുതിയിൽ എത്തണമെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അച്ഛന്റെ യാത്ര ആരംഭിക്കണം. പക്ഷേ പോലീസ് കൊണ്ടുവന്ന തെളിവുകളിലോ പോലീസ് ചൂണ്ടിക്കാണിച്ച സാക്ഷിമൊഴികളിലോ അച്ഛൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും യാത്ര ആരംഭിച്ചതായി ഒരു ഘട്ടത്തിലും പറയുന്നില്ല. പോലീസിന്റെ സാക്ഷ്യപ്രകാരം, പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന സാക്ഷ്യപ്രകാരം അച്ഛന്റെ യാത്ര തുടങ്ങുന്നത് തിരുവല്ലയിൽ നിന്നാണ്. അപ്പോൾ ഈ ചങ്ങനാശ്ശേരി ടു തിരുവല്ല അച്ഛൻ യാത്ര ചെയ്തില്ലയോ എന്നൊരു കാര്യത്തിൽ ഒരു സാക്ഷിമൊഴികളും കൃത്യമായ ഒരു വിവരവും അല്ലെങ്കിൽ ഒരു തരത്തിലും പ്രോസിക്യൂഷനും ഹാജരാക്കാൻ സാധിക്കുന്നില്ല, ഡിഫൻസിനും അത്തരത്തിൽ ഒരു തരത്തിലുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചങ്ങനാശ്ശേരി ടു തിരുവല്ല ആ ഒരു യാത്ര ഒരു ഇരുട്ടിൽ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ദൃക്സാക്ഷികളില്ല. പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഈ പ്രോസിക്യൂഷൻ തിരുവല്ലയിൽ നിന്നും മന്നമരുതിയിലേക്ക് അച്ഛൻ യാത്ര ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒരു ടാക്സി ഡ്രൈവർ, അതായത് PW14 അടുത്താണ് അച്ഛൻ തിരുവല്ലയിൽ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അച്ഛനൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ മന്നമരുതിയിൽ അസുഖമായി കിടക്കുന്ന തന്റെ ഫാദറിന് കാണാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വേണം. അപ്പൊ അതനുസരിച്ച് PW14 ഒരു വണ്ടി പഞ്ചറായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. PW13 അച്ഛനെ എത്തിക്കുന്നു. PW13 അച്ഛനെ മന്നമരുതിയിൽ എത്തിക്കുന്നു. അങ്ങനെ എത്തുമ്പോൾ അച്ഛനാണ് കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നത്. തൊട്ട് ബാക്കിൽ ഈ പറയുന്ന ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷന്റെ തെളിവ്. പക്ഷേ അത് കൃത്യമായി തന്നെ ഈ PW13 പിന്നീട് നിരാകരിക്കുന്നു, അല്ലെ? ഈ PW13 മത്തായി ചാക്കോ, PW14 എന്ന് പറയുന്നത് ഗോവിന്ദൻ. ഈ മത്തായി ചാക്കോയുടെ വാഹനത്തിലാണ് മന്നമരുതിയിലെത്തി എന്നതാണ് പോലീസ് ഭാഷ്യമായിരുന്നത്. പക്ഷേ ഈ മത്തായി ചാക്കോ കോടതിയിൽ വിസ്താരവേളയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, താൻ ഇങ്ങനെ ഒരു വൈദികനെയും കൊണ്ട് ഈ സമയത്ത് പോലീസ് പറയുന്ന സമയങ്ങളിൽ മന്നമരുതിയിലേക്ക് യാത്ര ചെയ്തിട്ടില്ലെന്നും അതിന് അദ്ദേഹം തെളിവായിട്ട് കാണിച്ചത് അദ്ദേഹത്തിന്റെ ട്രിപ്പ് ഷീറ്റും അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, രാവിലെ ഞാൻ കൊണ്ടുപോയത് പുളിങ്കുന്ന് ഭാഗത്തുനിന്ന് 2 മുതലാളിമാരെ മന്നമരുതിയിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ചില യാത്രകളുണ്ട്. ആകെ മൊത്തം 3 യാത്രകളാണ് അദ്ദേഹത്തിന്റെ ട്രിപ്പ് ഷീറ്റിലുള്ളത്. ഈ ഒരു യാത്ര അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. കോടതിയിൽ പ്രോസിക്യൂഷൻ ഈ PW13 കംഫർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ ആ ചോദ്യങ്ങൾക്കൊരു അനുകൂലമായ ഉത്തരം കിട്ടാൻ വേണ്ടി പലവട്ടം പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്.
എന്നാൽ PW13 ഉത്തരവ് ഇതായിരുന്നു, ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അച്ഛനെ ഞാൻ കൊണ്ടുപോയിട്ടില്ല എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ സാക്ഷികൾ, പോലീസ് കൊണ്ടുവന്ന സാക്ഷികൾ, ഇപ്പം ചാക്കോയുടെ കേസ് അരുൺ സൂചിപ്പിക്കുകയുണ്ടായി. അത് പിന്നീട് കൃത്യമായി തന്നെ ചാക്കോ നിരാകരിച്ചു. അതായത് അച്ഛനെ കൊണ്ടുപോയ ഒരു കാര്യം ചാക്കോ നിരാകരിച്ചു. അതിന്റെ അദ്ദേഹത്തിന്റെ ട്രിപ്പ് ഷീറ്റും ഒപ്പം തന്നെ അക്കൗണ്ട് ബുക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു തെളിവുകളാണ്. പക്ഷേ ഈ പ്രോസിക്യൂഷൻ ഈ ചാക്കോനെ ഈ ഒരു സാക്ഷി പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചാക്കോ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛന്റെ കയ്യിൽ ഒരു ബ്ലൂ ബാഗ് ഉണ്ടായിരുന്നു, ഈ കണ്ണാടി ധരിച്ചിരുന്നു, ഈ അംബ്രല ഉണ്ടായിരുന്നു, ത്രീസൽ ടോർച്ച് ഉണ്ടായിരുന്നു, അത് പറയുന്നുണ്ട്. അപ്പൊ ഈ ചാക്കോ അന്ന് പ്രോസിക്യൂഷന് മുന്നിൽ അല്ലെങ്കിൽ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ചാക്കോയുടെ മൊഴിയായി ഉയർത്തി കാണിച്ച ആ മൊഴി മുതൽ പിന്നീട് ഇങ്ങോട്ട് അച്ഛന്റെ യാത്രാവേളയിൽ അച്ഛനെ കണ്ടു എന്ന് അവകാശപ്പെടുന്ന എല്ലാവരും പറയുന്ന ഒരു സെയിം ഒരു പാറ്റേൺ, അത് എന്തുകൊണ്ട് നമ്മൾ ഈ പാറ്റേൺ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, നമുക്ക് ഇതിന്റെ അല്പം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാം. പിന്നീട് മന്നമരുതിയിൽ എത്തുന്നു. നമുക്കിപ്പോ ചാക്കോയുടെ സാക്ഷിമൊഴി ഹൈക്കോടതി നിരാകരിച്ചു. പക്ഷേ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഈ ചാക്കോയുടെ വണ്ടിയിൽ അച്ഛനെ മന്നമരുതിയിൽ എത്തിക്കുന്നു. അതിനുശേഷം ഈ മന്നമരുതിയിൽ എത്തിയതിനു ശേഷം പ്രോസിക്യൂഷന്റെ വാദം എന്ന് പറയുന്നത് ഈ ഇറങ്ങിയ ഉടനെ തന്നെ ഈ അച്ഛനും ഈ സ്ത്രീയും ഉടനെ തങ്ങൾ ഏത് ലൊക്കേഷനിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ദിശയിലേക്ക് ഡ്രൈവർ കാണുക തന്നെ നടന്നു പോകുന്നു. അവിടെ ഹൈക്കോടതി ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. ഇനി അവിടെ എത്തിച്ചെങ്കിൽ തന്നെ ഈ കൊലപാതകത്തിനാണ് കൊണ്ടുപോകുന്നതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഈ അറ്റ്ലീസ്റ്റ് ഈ ഡ്രൈവർ വണ്ടി എടുത്തുനിന്ന് പോകാനുള്ള ഒരു ഗ്യാപ്പ് സംഭവിച്ചതിന് ശേഷം ഈ ഒരു യാത്ര ആരംഭിക്കുകയാണെങ്കിൽ, അതായത് ഈ ലൊക്കേഷനിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണെങ്കിൽ ഡ്രൈവർക്ക് മനസ്സിലാവത്തില്ല ഇവർ എങ്ങോട്ടാണ് പോകുന്നത്. അതുപോലും ഈ പ്രതി ചിന്തിച്ചില്ല. അപ്പോൾ തന്നെ അതിന്റെ ഒരു ലോജിക്കില്ലായ്മ കോടതി അവിടെ തള്ളുന്നുണ്ട്. ചാക്ക അവിടെ എത്തിച്ചില്ല എന്നുള്ളത് കോടതി ശക്തമായിട്ട് പറഞ്ഞു. ഈ തുടർന്നുള്ള വാദപ്രകാരം എത്തിച്ചെങ്കിൽ തന്നെ ഇങ്ങനൊരു ലോജിക്കോട് കൂടിയുള്ള ചിന്ത എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന കാര്യം ഹൈക്കോടതി പറയുന്നുണ്ട്. പിന്നീട് ഒരു കൊപ്രാക്കളവുമായി ബന്ധപ്പെട്ട് അവരുടെ യാത്ര തുടങ്ങുന്ന അതേ സ്ഥലത്ത് തന്നെ വലത്തെ സൈഡിലാണ് കൊപ്രാക്കളം ഉള്ളത്. ഈ കൊപ്രാക്കളത്തിൽ ജോലി ചെയ്തിരുന്ന എബ്രാഹിം എന്ന് പറഞ്ഞ വ്യക്തി താനൊരു വൈദികനെയും ഒരു സ്ത്രീയെയും അതേ ഡയറക്ഷനിൽ, അതായത് സംഭവം നടന്ന സ്ഥലത്തേക്ക് നടന്നു പോകുന്നതായിട്ട് താൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മൊഴി കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇവിടെ അബ്രാഹാം പറയുന്നത് താൻ ഈ ദൃശ്യം കണ്ടത് തന്റെ കൊപ്രാക്കളത്തിന് ഉള്ളിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രിക് ലൈറ്റിന്റെ പ്രകാശത്തിലാണെന്ന് പറയുന്നത്. ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ ഇപ്രകാരം ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് പോകുന്ന അച്ഛനും ആ സ്ത്രീയും ഈ ഒരു ഇലക്ട്രിക് ലൈറ്റിന് തങ്ങൾ വിസിബിൾ ആകുന്ന രീതിയിൽ നിന്ന് കൊടുത്തിട്ടാണോ പോയത്, അല്ലെങ്കിൽ അപ്രകാരമായിരിക്കുമോ അവർ പോയത്, അല്ലെങ്കിൽ അത് ഒഴിവാക്കി പോകാനുള്ള ഒരു സാമാന്യ ബുദ്ധിയോ ലോജിക്കോ ഒക്കെ അവർ കാണിക്കാതിരിക്കും. ഒപ്പം തന്നെ ഈ കാറ് റിവേഴ്സ് എടുത്തിട്ടുണ്ട്. അതായത് തിരിച്ചുള്ള റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് കാറാ ജംഗ്ഷനിൽ റിവേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ ആ റിവേഴ്സ് ലൈറ്റ് ഉണ്ട്. ആ റിവേഴ്സ് ലൈറ്റിന്റെ പ്രകാശത്തിൽ ഇവരെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ കോടതി ചോദിക്കുന്നുണ്ട്, ജോജി പറഞ്ഞതുപോലെ ഇപ്രകാരം ഒരു കൃത്യത്തിന് പോകുന്ന ഒരു സ്ത്രീയും പുരുഷനും തങ്ങളുടെ ഐഡന്റിറ്റി മാക്സിമം മറച്ചു വെക്കാൻ ശ്രമിക്കും. ഓർക്കുക, ഇവിടെ എല്ലാ സാക്ഷികളും പറയുന്നത് ലോകയിലാണ് അച്ഛനെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്രകാരം കൃത്യത്തിൽ പോകുന്ന വ്യക്തി തങ്ങളുടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൈദികനാണ് എന്നൊരു ഐഡന്റിറ്റി എങ്കിലും മറച്ചു വെക്കേണ്ടതാണ്. പക്ഷെ ഇതിവിടെ സംഭവിക്കുന്നില്ല. ജോർജി, ഇത് മാത്രമല്ല, ഈ അച്ഛന്റെ യാത്രാ വിവരണത്തിൽ പറയുന്ന ദൃക്സാക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാവർക്കും അച്ഛൻ വളരെ വ്യക്തമായി കാണത്തക്ക രീതിയിൽ പ്രകാശത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്ത് അച്ഛൻ പോയി നിന്നു എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു ദൃക്സാക്ഷികരണം മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ആ ദിവസങ്ങള് അമാവാസിക്ക് 3 ദിവസം മുമ്പാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. ഓക്കെ. പിന്നീട് ഏകദേശം ഒരു 11:45 കൊലപാതകം നടന്നു എന്ന് പറയുന്നത്. അതിന് സ്ഥാപിക്കാൻ വേണ്ടി എന്തുകൊണ്ട് പോലീസ് ആ ഒരു ടൈം ചൂസ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ടൈം ചൂണ്ടിക്കാണിക്കുന്നു എന്ന് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതാണ്. ഉണ്ണി റൈറ്റർ ആ ഒരു സമയത്ത് ഒരു സ്ത്രീയുടെ ബഹളം കേട്ടു, കരയുന്ന ഒരു ശബ്ദം കേട്ടു. അതൊക്കെ അതവിടെ നടക്കുന്നു. പിന്നെ കൊലപാതകം സംഭവിച്ചു കഴിയുന്നു. അതിനുശേഷം പ്രോസിക്യൂഷന്റെ ആംഗിളിൽ ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഫാദർ ബെനഡിക്ട് തിരിച്ച് റിട്ടേൺ പോകുന്നു. അദ്ദേഹത്തെ ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിൽ എത്തിക്കണമല്ലോ. അപ്പോൾ തിരിച്ച് റിട്ടേൺ വരുന്ന വഴിക്ക് PW5 ഈ റാഹേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ കൂടെ അവരുടെ കൂടെ 2 പേർ കൂടി ഉണ്ടായിരുന്നു, തങ്കം എന്ന് പറയുന്ന അയൽവാസി. പക്ഷേ ഇവിടെ ഒരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, 3 പേരുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരാളെ മാത്രമാണ് ഈ സാക്ഷി പട്ടികയിലേക്ക് പോലീസ് ഉൾപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് നമുക്ക് അറിയത്തില്ല. ഇവരെങ്ങനെയാണ് അച്ഛനെ കണ്ടത്? അതായത് റാഹേലമ്മയുടെ കൊച്ചുമകൻ ഹോസ്പിറ്റലായിരുന്നു, മിഷൻ ഹോസ്പിറ്റൽ, അവിടുത്തെ മിഷൻ ഹോസ്പിറ്റലായിരുന്നു. ആ ഹോസ്പിറ്റലിൽ വെച്ച് മരണമടയുകയും ഈ കാര്യം വീട്ടിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് റാഹേലമ്മ കൂടെയുള്ള അയൽക്കാരിയോടും അമ്മായിമ്മയോടും കൂടിയിട്ട് അവിടേക്ക് യാത്ര പുറപ്പെടുന്നത്. വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയിൽ അവരൊരു വൈദികനെ, ഒരു കാത്തലിക് പ്രീസ്റ്റിനെ കണ്ടു എന്നാണ് റാഹേലമ്മ കൊടുത്തിരിക്കുന്ന മൊഴി. ഈ കാത്തലിക് പ്രീസ്റ്റിനെ കൂടെ ഇവർ അനുധാവനം ചെയ്യുകയും അച്ഛൻ്റെ മുഖത്ത് ഒരു പരിഭ്രമം കാണുകയും ചെയ്തു എന്നാണ് റാഹേലമ്മയുടെ മൊഴിയായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന PW5 ഈ റാഹേലമ്മ കാണുന്നത് പ്രോസിക്യൂഷന്റെ വാദപ്രകാരം ഈ കൊലപാതകം കഴിഞ്ഞിട്ട്
പോകുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. പ്രോസിക്യൂഷന്റെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ കൊലപാതകം ചെയ്തിട്ട് തിരിച്ചു പോകുന്ന വ്യക്തി സ്വാഭാവികമായിട്ട് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്റെ ഐഡന്റിറ്റി മാക്സിമം മറച്ചു വെക്കുക, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന്, ആളടക്കമുള്ള പ്രദേശത്ത് നിന്ന് മാക്സിമം തന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് വേണം തിരിച്ചു പോകാൻ. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല? മറ്റൊരു എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രോസിക്യൂഷന്റെ വാദപ്രകാരം മന്ദമരുതിയിലാണ് കൊലപാതകം നടന്നത്, ആസൂത്രിതമായിട്ടാണ് കൊലപാതകം നടന്നത്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഈ മന്ദമരുതിയിൽ നിന്നും ഈ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തണമെങ്കിൽ അന്നത്തെ കാലത്ത് ഒന്നെങ്കിൽ രാത്രി കാലത്ത് കാറ് ഉപയോഗിച്ചാണ് തിരിച്ചെത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വ്യക്തി കൊല ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കൊലപാതകം കഴിഞ്ഞിട്ട് ആ വ്യക്തി കൃത്യമായി തന്നെ പ്ലാൻ മനസ്സിൽ ചിന്തിക്കണം. അതായത് തന്റെ ഐഡന്റിറ്റി മനസ്സിലാവാത്ത രീതിയിൽ, ആരും അറിയിക്കാത്ത രീതിയിൽ തന്റെ താമസ സ്ഥലത്ത് തിരിച്ചെത്താനുള്ള എല്ലാ പ്ലാനും അവിടെ ചെയ്യണം. ഇവിടെ ഞാൻ ഒരുപാട് കൂട്ടിച്ചേർക്കുകയാണ്. ഇത് വളരെ ആസൂത്രിതമായ കൊലപാതകമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ബെനറ്റ് അച്ഛനും ഏത് വഴിയോടെയാണോ ഈ കൊല നടത്താൻ വേണ്ടി പോയത് അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു വന്നു. അവിടെ അപ്പോൾ അച്ഛൻ എന്താണ് ചിന്തിച്ചത്, അല്ലെങ്കിൽ മറ്റാരും കാണാനുള്ള സാധ്യതയില്ല. ഇനി ഞാൻ മറ്റൊരു ലോജിക്ക് പറയുകയാണ്, ഒരു ദൂരം വെട്ടം കാണുമ്പോൾ ആ വെട്ടം ഒഴിവാക്കി ഒന്ന് തിരിച്ചു നടക്കാനോ അല്ലെങ്കിൽ മറ്റു വഴിയിലൂടെ പോകാനോ ഉള്ള ഒരു സാമാന്യ ബുദ്ധി അച്ഛനില്ലായിരുന്നു. ഒപ്പം തന്നെ ഇവിടെയും ഇവരുടെ അതാണ് ഹൈക്കോടതി പ്രധാനമായിട്ട് ഇവരുടെ മൊഴികൾ കോടതി വിശ്വാസത്തിൽ എടുക്കാതെ പോയത്. അതായത് ഈ പറയുന്ന എല്ലാ സാക്ഷികളും സെയിം പാറ്റേണിൽ തന്നെ അച്ഛന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ അവർ കണ്ട വ്യക്തിയുടെ ഐഡന്റിഫിക്കേഷൻ പറയുന്നുണ്ട്. ഈ ടോർച്ച്, ബ്ലൂ ബാഗ്, ലോഹ, ഒപ്പം തന്നെ ഈ അംബ്രല, അതെല്ലാം കൃത്യമായി തന്നെ ഒരേ പാറ്റേണിൽ പഠിപ്പിച്ചു കൊടുത്തതുപോലെ. ഇവിടെ അവർ മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ പലവട്ടം പറഞ്ഞാണ്, ഇവരെല്ലാം ലോഹ കാണുന്നുണ്ട്, പക്ഷെ എന്ത് കാണുന്നില്ല? രക്തം കാണുന്നില്ല. കാരണം പോലീസ് ലോഹയിൽ രക്തക്കറ പിന്നീട് സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഇപ്പൊ ഇത് ഞാൻ വീണ്ടും പറയാണ്, ഇവിടെ പറഞ്ഞ പ്രകാരം അരുൺ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ലോഹ ഇട്ടാണ് ഇത് കൃത്യം ചെയ്തതെങ്കിൽ അവിടെ ഈ കഴുത്തുമുറികളിൽ ആ ലോഹയിൽ ആകമാന രക്തം കാണാനുള്ള സാധ്യതയുണ്ട്. ഇനി ആ ഒരു ചെറിയ സമയം കൊണ്ട് ഈ രക്തം ഉണങ്ങിയോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി മറ്റൊരു ലോഹ ഇട്ടുകൊണ്ടാണ് വന്നത്, അതിനുള്ള സാധ്യതയുമില്ല. ഓക്കെ, പിന്നീട് അച്ഛനെ കാണുന്ന അടുത്തൊരു സാക്ഷികൾ എന്ന് പറയുന്നത് ഈ ചന്ദ്രിക വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ടവരാണ്. ഈ അച്ഛൻ ചന്ദ്രിക വർക്ക്ഷോപ്പിൽ എത്തുന്നത്, ചന്ദ്രിക വർക്ക്ഷോപ്പ് റാന്നിയിലാണ്. മന്ദമരുതിയിൽ നിന്ന് റാന്നിയിലേക്ക് നടക്കുന്നു. അതിനുശേഷം അവിടെ ഒരു ബേബി, ഒരു കുര്യാക്കോസ്, ഇവർ രണ്ടുപേരാണ് അവിടെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന രണ്ട് വ്യക്തികൾ. അതിൽ ബേബിയുമായിട്ടാണ് അച്ഛൻ സംസാരിക്കുന്നത്. അച്ഛൻ പറയുന്നു, എനിക്ക് എൻ്റെ അച്ഛന് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, സീരിയസ് ആയിട്ട് കിടക്കുന്ന അച്ഛന് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി തിരുവല്ലയിലേക്ക് വാഹനത്തിൽ പോകണം എന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ബേബി ഒരു വാഹനം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. ആ വാഹനം രാജു എന്ന് പറഞ്ഞ വ്യക്തിയുടെയാണ്. അത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് വെഹിക്കിളാണ്. അദ്ദേഹം അവിടെ തൊട്ടടുത്ത് ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. ഈ വാഹനത്തിൽ രാത്രി അസമയമായതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടിയാണ്, 2 മണി, ഈ വാഹനത്തിൽ ഇവർ രണ്ടുപേരും കൂടി കയറുകയാണ്. ബേബിയും രാജുവും കയറുന്നുണ്ട്. തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് അവർ പോകുന്നു, പെട്രോൾ അടിക്കുന്നു. ഈ പെട്രോൾ അടിക്കുന്നതിന്റെ പേയ്മെന്റ് ചെയ്യുന്നത് ഫാദറാണ്, അതായത് ബെന്റിക് ഓണംകുളം അച്ഛനാണെന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം അവർ തിരിച്ച് തിരുവല്ലയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ തിരുവല്ലയിലെത്തി അച്ഛനെ അവിടെ തിരുവല്ല കവലയിൽ ഇറക്കി വിട്ടതിന് ശേഷം രാജുവും ബേബിയും കൂടി കട്ടൻ കാപ്പി കഴിക്കാനായിട്ട് പോകുന്നു. അതിനുശേഷം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അവർ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ അച്ഛനെ വീണ്ടും കാണുന്നു എന്നാണ് അവർ പറയുന്നത്. അവിടെ വെച്ച് അവർ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് കൊണ്ടാക്കേണ്ടതെങ്കിൽ ഞങ്ങൾ കൊണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അച്ഛൻ അത് നിരസിക്കുന്നു. അച്ഛൻ അവിടെ തന്നെ നിൽക്കുന്നു. ഇത്ര കാര്യങ്ങളാണ് രാജുവും ബേബിയുമായി, വൈദികനും അതുപോലെ തന്നെ പെട്രോൾ പമ്പ് ജീവനക്കാരനും ഒരു സാക്ഷിയാണ്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് ഏകദേശം ഒരു 3 മണിയോടുകൂടി അവർ പിന്നെ തിരിച്ച് ഇവിടേക്ക് പോകുന്നു, റാന്നിയിലേക്ക് പോകുന്നു. പിന്നീടുള്ള ഒരു സാക്ഷി എന്ന് പറയുന്നത്, അച്ഛൻ തിരുവല്ലയിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. ഇനി തിരുവല്ലയിൽ നിന്ന് അച്ഛനെ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിക്കണം. അതിനായി ഒരു സാക്ഷി മൊഴി പ്രകാരം പറയുന്നത്, ഈ PW9 എന്ന് പറയുന്ന ഒരു നൂഹ് എന്ന് പറയുന്ന ഒരു മുഹമ്മദ് നൂഹ് എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവർ, അദ്ദേഹമാണ് ഈ അച്ഛനെ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിച്ചത്. അതും പ്രത്യേകം പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ചങ്ങനാശ്ശേരി ഈ ബിഷപ്പ് ഹൗസിന്റെ തൊട്ട് മുമ്പിൽ കൊണ്ടുപോയാണ് അച്ഛനെ ഡ്രോപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിന് ശേഷം താൻ എവിടെ താമസിക്കുന്നുവോ അവിടെ തന്നെ കൊണ്ടുപോയി ഇറക്കാനായിട്ട് ഒരു ഡ്രൈവറോട് ആവശ്യപ്പെടുകയാണ്. ലോഹയില് ലോഹയിൽ. അപ്പം സ്വാഭാവികമായിട്ട് ലോഹയില് ഒരു ബിഷപ്പ് ഹൗസിന് മുമ്പിൽ ഒരു വൈദികൻ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 99% ഉറപ്പാച്ചൻ ബിഷപ്പ് ഹൗസിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത സഭയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക്. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ? അച്ഛൻ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ല, നാളെ ഇതിനെക്കുറിച്ചൊരു കേസന്വേഷണം ഉണ്ടാകുമെന്നോ, അപ്പോൾ ഈ ഒരു വാഹനം ഓടിച്ചവരെല്ലാവരെയും ചോദ്യം ചെയ്യുമെന്നോ, അവരൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരം കൊടുക്കുമെന്നോ, അങ്ങനൊന്നും യാതൊരു ചിന്തയും ഇല്ലാതെയാണോ
അച്ഛൻ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഇത് സാധിക്കില്ല. ഏകദേശം അച്ഛനെ ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിന് മുമ്പിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഏകദേശം സമയം പുലർച്ചെ 4 മണിയാണ്. അതെ. അപ്പൊ കോടതി കൃത്യമായി വിധിന്യായത്തിൽ പറയുന്നുണ്ട് ആ സമയത്ത് പുലർച്ചെ നേരത്തെ എഴുന്നേറ്റവര് ഒരു അച്ഛൻ പുലർച്ചെ ഒരു ലോഹയിൽ ഈ ടാക്സിയിൽ വന്ന് ഇറങ്ങുന്നത് വേണമെങ്കിൽ കണ്ടുകൂടെ? നേരത്തെ നാം സൂചിപ്പിച്ച മറ്റൊരു പോയിന്റ്, ഈ ബിഷപ്പ് ഹൗസിലേക്ക് തന്നെയാണ് പോയിന്റ്, അച്ഛന്റെ താമസ സ്ഥലം എവിടെയും കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാക്ഷിമൊഴികളുമായി ബന്ധപ്പെട്ട് കോടതി ഈ സാക്ഷിമൊഴികളെ കോടതി വിശ്വാസത്തിൽ എടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്ന് ഈ സാക്ഷിമൊഴികളിലെ അസ്വാഭാവികമായിട്ടുള്ള ഒരു പാറ്റേണോട് കൂടി തന്നെ സാക്ഷിമൊഴികൾ അവരുടെ മൊഴി നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചത്, ഈ സാക്ഷിമൊഴികൾ നൽകിയ, അതായത് അച്ഛന്റെ യാത്രയെക്കുറിച്ച് സാക്ഷിമൊഴി നൽകിയ ആരും തന്നെ അച്ഛനെ മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല, മുൻ പരിചയമില്ല, നേരിട്ട് അച്ഛനെ പരിചയമുള്ള വ്യക്തികളല്ല. ആകപ്പാടെ ഈ പരിചയമുണ്ട് എന്ന് അല്ലെങ്കിൽ അച്ഛനെ കണ്ടു എന്ന് അവകാശപ്പെടുന്നത് ഈ PW9 ഈ ടാക്സി ഡ്രൈവറാണ്. അതായത് ഇതുപോലൊരു അച്ഛൻ പലപ്പോഴും ഈ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അത് ബെനഡിക്ട് അച്ഛനാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നില്ല. ഒരു വൈദികനെ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മറ്റ് സാക്ഷികൾ, ഈ പറയുന്ന റാഹലമ്മ ആയിക്കോട്ടെ, ഈ കൊപ്രാക്കളത്തിലെ വ്യക്തികളായിക്കോട്ടെ, ഒപ്പം തന്നെ ചന്ദ്രിക വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട വ്യക്തികളായിക്കോട്ടെ, അവരൊന്നും ഈ അച്ഛനെ നേരിട്ട് പരിചയമില്ല, അല്ലെ അച്ഛനെ മുഖം നേരിട്ട് കണ്ടിട്ടില്ല, അച്ഛന്റെ പേരറിയത്തില്ല. പക്ഷെ എന്നിട്ടും ഇത്തരത്തിലൊരു പ്രമാദമായ കേസിൽ എന്തുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് ഈ സാക്ഷികളെ വെച്ച് നടത്തിയില്ല എന്നൊരു പ്രസക്തമായ ഒരു ചോദ്യം കോടതി അവിടെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പോയിന്റുകളിലേക്ക് അടിസ്ഥാനത്തിലാണ് കോടതി ഇവരുടെ സാക്ഷിമൊഴി വിശ്വാസത്തിൽ എടുക്കാത്തത്, കോടതിക്ക് എടുക്കാൻ സാധിക്കാതെ പോയത്, നിയമപരമായിട്ട് കോടതിക്ക് എടുക്കാൻ സാധിക്കാതെ പോയത്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ചില ഓർമ്മക്കുറിപ്പുകളിലൊക്കെ കാണുന്നുണ്ട്. അതായത് സാക്ഷികളായിട്ട് വന്ന പലരും അവർ പോലീസ് കസ്റ്റഡിയിൽ നിന്നാണ് സാക്ഷി പറയാനായിട്ട് എത്തിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇവരെ എല്ലാവരെയും കൃത്യമായിട്ട് എന്താണ് പറയേണ്ടതെന്ന് തത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ച് ഒരു തെറ്റും കൂടാതെ അവർ പറഞ്ഞു. അവരത് പോലീസ് എന്താണോ പറഞ്ഞത് അതുപോലെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കോടതി ഒരിക്കലും ഈ സാക്ഷിമൊഴികളിലെ ഈ സാക്ഷികളെ അവിശ്വസിക്കുന്നില്ല. അങ്ങനെ സാക്ഷികൾ ഉണ്ടായിരിക്കാം, അവർ ഒരു വൈദികനെയോ ഒരു വൈദിക വേഷധാരിയെയോ കണ്ടിരിക്കാം. പക്ഷെ ഈ സാക്ഷികൾ പറഞ്ഞ എല്ലാ മൊഴികളും വളരെ കൃത്രിമത്വം നിറഞ്ഞതാണ്. അതെന്താണോ പോലീസ് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെ അവർ അതേപടി തന്നെ പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ ഇതിലാണ് വളരെയധികം കൃത്രിമത്വം കാണുന്നത്. ഓക്കെ, അതായത് വളരെ കൃത്യമാണ് അരുൺ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ സാക്ഷിമൊഴികൾ, അതിലെ ആ ഒരു അസ്വാഭാവികത, കൃത്രിമത്വമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഹൈക്കോടതി പ്രസക്തമായിട്ടൊരു പോയിന്റ് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവരുടെ സാക്ഷിമൊഴികൾ മുഖവിലേക്ക് എടുത്താൽ പോലും ഒരുപക്ഷെ ഇവർ കണ്ടത്, ഇവർ സൂചിപ്പിച്ച സമാനമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിനോട് കൂടിയ മറ്റൊരു വ്യക്തിയെ ആയിരിക്കാം, ചിലപ്പോൾ മറ്റൊരു വൈദിക വേഷധാരിയോ അല്ലെങ്കിൽ അത്തരത്തിൽ വസ്ത്രം ധരിച്ച ഒരു വ്യക്തിയോ ആയിരിക്കാം എന്നൊരു കാര്യം കോടതി പറയുന്നുണ്ട്. പക്ഷേ ഇതിലെ വ്യക്തിയും ഈ കൊലപാതകമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളത് മറ്റൊരു കാര്യം. അതെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വളരെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും, ഫാദർ ബെനഡിക്ട് ഓണംകുളത്തെ ഈ ഒരു ഘട്ടത്തിലും പോലീസ് വളരെ ക്രൂരമായ രീതിയിൽ ഈ കൊലപാതകത്തിലേക്ക് വലിച്ചഴിക്കാൻ വേണ്ടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ സാക്ഷിമൊഴികളുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അത് പോലീസ് ശ്രമിച്ചിരുന്നു. നേരത്തെ നമ്മൾ ആ കത്തിയുടെ കേസ് ആയിക്കോട്ടെ, ബ്ലൂ ബാഗിന്റെ കേസ് ആയിക്കോട്ടെ, ബെഡ്ഷീറ്റിന്റെ കേസ് ആയിക്കോട്ടെ, ഈ സാക്ഷിമൊഴികളായിക്കോട്ടെ, ഒരു പ്രതിയെ അവർക്ക് കിട്ടി. നാളുകളായി അന്വേഷിക്കുന്ന, ഒരു തുമ്പുമില്ലാതെ അന്വേഷിക്കുന്ന ഒരു കേസിൽ ഒരു പ്രതിയെ കിട്ടി, അതൊരു വൈദികനെ കിട്ടി. ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നാം നേരത്തെ ചർച്ച ചെയ്തു. അപ്പോൾ അതിലേക്കെല്ലാം അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി കൃത്രിമമായിട്ടുള്ള ചില തെളിവുകൾ, ആ പറയുന്ന മൊഴികളിൽ കൃത്രിമത്വം കൂട്ടിച്ചേർത്ത് അച്ഛനെതിരെയുള്ള ഒരു മൊഴിയായി അല്ലെങ്കിൽ അച്ഛനെതിരെയുള്ള ഒരു വിചാരണ വേളയിൽ അച്ഛനെതിരെയുള്ള ഒരു ആയുധമാക്കി പോലീസ് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച. അതേസമയം തന്നെ കോടതി മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇവർ ശാരീരിക ബന്ധത്തിനായിട്ട് തെരഞ്ഞെടുത്ത സ്ഥലം, ആ സ്ഥലം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് തന്നെയാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, മഴക്കാലമാണ്, കാട് പിടിച്ച സ്ഥലമാണ്, അവിടെ റോഡിന്റെ അരികുവശമാണ്, പാറക്കല്ലുകളും മുള്ളും കല്ലും എല്ലാം നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രതലത്തിലാണ് ഇവർ. ഒരു പരിപരത്തെ ഒരു പ്രതലമാണ് ഈ സ്ത്രീയും പുരുഷനും ഈ പറഞ്ഞ കാര്യത്തിനായിട്ട് അവര് കണ്ടെത്തിയതെന്ന് പറയുന്നത് തന്നെ കോടതിക്ക് ഒരു കാരണവശാലും അത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഇവർ ഈ മന്ദമരുതി എന്ന സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ചങ്ങനാശ്ശേരി എന്നൊരു 40-45 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, പ്രോസിക്യൂഷന്റെ ആ ഒരു ആരോപണ പ്രകാരം അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ പ്രകാരം, പോലീസിന്റെ കണ്ടെത്തൽ പ്രകാരം ഇവർ തമ്മിൽ മുമ്പും ബന്ധമുണ്ടായിട്ടുണ്ട്. ഇവർ മുമ്പ് ശാരീരിക ബന്ധമുണ്ടായിട്ടുണ്ട് കണ്ടെത്തൽ പ്രകാരം. അപ്പൊ അങ്ങനെ ആയിരിക്കെ ഇത്തരം ഒരു ബന്ധത്തിന് വേണ്ടി ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഓൾ ദ വേ ടു മന്ദമരുതി, അതൊരു ഇല്ലോജിക്കലാണ്. ഒരു കാര്യം പിന്നെ ഉള്ളിലേക്കാണ്. ഇനി മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഈ മറിയക്കുട്ടി എന്ന സ്ത്രീയെ കുറിച്ച്, അതിനെക്കുറിച്ച് ജോർജ് മനസ്സിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം നമ്മൾ. ഈ മറിയക്കുട്ടി എന്ന സ്ത്രീക്ക് ഒരു ജോർജ് പണ്ട് പറഞ്ഞ പോലെ ചെറിയ ഒരു കുട്ടിയല്ല. അപ്പം ഈ ഒരു സ്ത്രീ ഇത്രയും ദൂരം എങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്നു, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീക്ക് ചിന്തയുണ്ടാകില്ലേ എങ്ങനെ ഞാൻ തിരിച്ചു പോകും
ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തയില്ലാതെ ഈ സ്ത്രീ അച്ഛൻ്റെ കൂടെ വന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? അത് ഞാൻ അത് എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ കൊല്ലം സെഷൻസ് കോടതിയുടെ ഈ അച്ഛനെ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് 364, അത് തട്ടിക്കൊണ്ടുപോകൽ. ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ പ്രായത്തിലുള്ളവരെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. ഇത് 43 വയസ്സുള്ള മധ്യവയസ്കയായിട്ടുള്ള ആരോഗ്യയായിട്ടുള്ള ഒരു സ്ത്രീയെ ഒരു 37 വയസ്സുള്ള ഒരു യുവാവ് അത് തട്ടിക്കൊണ്ടുപോയി, ഒറ്റയ്ക്ക് തട്ടിക്കൊണ്ടുപോയി. അതും എവിടുന്നാണ്? ഈ ചങ്ങനാശ്ശേരി കിടക്കുന്ന അച്ഛൻ, ഈ ആലപ്പുഴയാണ് സ്ത്രീയുടെ സ്വദേശം. അച്ഛൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ജോജി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്ത്രീക്ക് ഒരു ബോധമില്ലേ അല്ലെങ്കിൽ ചിന്തയില്ലേ എന്നൊരു ചോദ്യം വളരെ അധികം പ്രസക്തമാണ്. മറ്റൊരു കാര്യം, നേരത്തെ ഇപ്പം ഈ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവര് തമ്മിലുള്ള ഒരു ക്രിമിനൽ ഇന്റിമസി, അല്ലെങ്കിൽ ഈ മറിയക്കുട്ടിയുടെ ഇളയ കുട്ടി ഈ അച്ഛന്റെ പുത്രനാണ് അല്ലെങ്കിൽ ആ പിതൃത്വം അച്ഛനിൽ ആരോപിക്കുന്നു. അപ്പോൾ അങ്ങനെ ആരോപിക്കുമ്പോൾ അത് പ്രോസിക്യൂഷന്റെ വാദഗതി ശരിവെക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ അച്ഛനും മറിയക്കുട്ടിയും തമ്മിൽ ഒരു കോംപ്രമൈസിങ് അല്ലെങ്കിൽ ഒരു അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ഇവരെ തമ്മിൽ കണ്ടതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ദുസൂചനകളിലേക്കോ ഒരു സാക്ഷിമൊഴിയും പറയുന്നില്ല. ഇല്ല, മറിയക്കുട്ടി ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിലേക്ക് അല്ലെങ്കിൽ ആ ഓർഫനേജിലേക്ക് വന്നതിന് പോലും സാക്ഷിമൊഴികളില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാക്ഷിമൊഴി പോലും അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഇപ്പം അരുൺ സൂചിപ്പിച്ച ഒരു പോയിന്റാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഇരുന്നത്. പ്രത്യേകിച്ച് ഈ ക്രിമിനൽ ഇന്റിമസി, അതായത് ഈ കൊലപാതകത്തിനുള്ളൊരു മോട്ടീവ്, അതാണ് കൊല്ലം സെഷൻസ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ പലതവണ പറഞ്ഞതാണ് എങ്കിൽ പോലും ഈ അച്ഛനും മറിയക്കുട്ടിയും തമ്മിലൊരു ഇല്ലീഗൽ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടി ഉണ്ടായി. അപ്പൊ ആ കുട്ടിയുടെ ജനനത്തിന് ശേഷം ഈ മറിയക്കുട്ടി അച്ഛനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചങ്ങനാശ്ശേരി കിടന്ന അച്ഛൻ ഈ മറിയക്കുട്ടിയെ കൂട്ടിക്കൊണ്ട് മന്നമരുതി അല്ലെങ്കിൽ മാടത്തരുവിൽ ഒരു കാട്ടിക്കൊണ്ടുപോയി ഈ ശാരീരിക ബന്ധം നടത്തുന്ന വേളയിൽ കൊലപാതകം ചെയ്തു, ക്രൂരമായ കൊലപാതകം ചെയ്തു എന്നാണ് പ്രോസിക്യൂഷന്റെ വെർഷൻ. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഒരു മോട്ടീവ് അത് എങ്ങനെ കോടതിക്ക് കൃത്യമായി തന്നെ അതിന്റെ ഒരു അതിലൊരു തെളിവില്ല, അല്ലെങ്കിൽ അത് തെളിവോടുകൂടി തന്നെ പ്രോസിക്യൂഷന് അത് തെളിയിക്കാൻ സാധിച്ചില്ല എന്നൊരു കാര്യം കൂടി വളരെ പെട്ടെന്ന് നമ്മൾ അത് പല എപ്പിസോഡിലും പല രീതിയിലും പറഞ്ഞു പോയതാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ അവലംബിച്ച പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത് PW 2 and 3, അതായത് മറിയക്കുട്ടിയുടെ അമ്മ, ഒപ്പം തന്നെ മറിയക്കുട്ടിയുടെ മൂത്ത മകൾ കുരിശറീസ്യ, ഇവർ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇളയ മകന്റെ ജനനത്തിന് ശേഷം മറിയക്കുട്ടി മാസത്തിൽ 1 or 2 തവണ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ മറിയക്കുട്ടിയുടെ കയ്യിൽ അത്യാവശ്യം ഒരു പൈസ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് വെച്ച് നല്ല രീതിയിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ജീവിത ശൈലിയാണ് സ്വീകരിച്ചിരുന്നത് എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായും ഇവര് അവലംബിച്ചത്, പ്രോസിക്യൂഷൻ അവലംബിച്ചത് ഇവരുടെ രണ്ടുപേരുടെയും മൊഴികൾ, ഒപ്പം തന്നെ ഈ അവിടെ അടുത്തുള്ള ഒരു പറ്റുകാരന്റെ ഒരു മൊഴിയുണ്ട്. അതായത് ഈ അവിടുത്തെ ഒരു കടയിൽ മറിയക്കുട്ടി പറ്റിലായിരുന്നു സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചങ്ങനാശ്ശേരിയിൽ പോയി വന്നു കഴിയുമ്പോൾ മാസത്തിൽ 1 or 2 തവണ 50 രൂപ കൊടുത്ത് ഈ പറ്റ് തീർത്തിരുന്നു. അപ്പോൾ പറ്റുകാരൻ ചോദിക്കുമായിരുന്നു ഇത് എവിടെ നിന്നാണ് പൈസ കിട്ടിയത്. അപ്പോൾ മറിയക്കുട്ടി പറയും ചങ്ങനാശ്ശേരിയിലുള്ള അച്ഛൻ തന്നതാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് അവിടെ തന്നെ ചില ലോജിക്കില്ലാതെ നമുക്ക് ചിന്തിക്കാം. ഈ മറിയക്കുട്ടിയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ പൈസ തരുന്ന ആളെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി മറച്ചു വെക്കാനാണ് സാധ്യത. അപ്പോൾ ഒരുപക്ഷെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വാങ്ങുന്ന പണം അത് ചങ്ങനാശ്ശേരിയുള്ള ഒരു വൈദികനാകുമ്പോൾ പിന്നെ സാമ്പത്തിക സഹായം എന്ന രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടാമെന്ന രീതിയിലായിരിക്കാം. അതെ, മാത്രമല്ല ഈ പറ്റുകാരൻ അങ്ങനെ സ്വാഭാവികമായിട്ടും ഇത് എവിടുന്ന പൈസ കിട്ടിയെന്ന് ചോദിക്കാൻ സാധ്യതയില്ല. നമുക്കറിയാം മറിയക്കുട്ടി ഓൾറെഡി ഒരു പൂർ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തിയാണ്, അത് അംഗീകരിക്കുന്നു. പിന്നീട് അങ്ങനെ ചോദിച്ചാൽ തന്നെ ഈ പറയുന്ന വ്യക്തി അത് പറയാനുള്ള സ്വാഭാവികമായ ഒരു മാനുഷികമായിട്ട് അങ്ങനെ ഒരു സാധ്യതയുമില്ലാത്തൊരു പോയിന്റാണ്. പിന്നെ ഈ മറിയക്കുട്ടിയുടെ അമ്മയുടെയും ഈ മകളുടെയും ഒരു മൊഴി എന്ന് പറയുന്നത് ഈ ചക്കരപ്പറമ്പിൽ ഈ അച്ഛനായിരുന്നു ഈ ഗോതമ്പിന്റെയും ഈ പാൽപ്പൊടി അതുമായി ബന്ധപ്പെട്ട വിതരണത്തിന്റെ ചാർജ്. അപ്പം മറിയക്കുട്ടി അവിടെ പോയിരുന്നു. അപ്പോൾ ഈ അച്ഛനുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചിരുന്നു. ഈ കുട്ടിയുടെ ജനനത്തിന് ശേഷം ഈ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് ചങ്ങനാശ്ശേരിയിൽ പോകുന്നത്. പക്ഷെ ഇതെല്ലാം ഓർക്കുക, ഇതെല്ലാം ഇവർ പറയുന്നത് മറിയക്കുട്ടി പറഞ്ഞു എന്ന ഒരു പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ മരിച്ച ഒരു വ്യക്തി പറഞ്ഞു എന്നൊരു പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ അന്ന് ജൂലൈ മാസം 15-ാം തീയതി ചങ്ങനാശ്ശേരിക്കാണ് പോയത് എന്ന് പറയുന്നുണ്ട്. അതായത് ജൂൺ 4-ാം തീയതിയാണ് പറയുന്നത്. ജൂൺ 15-ാം തീയതി അച്ഛനെ കാണേണ്ട കാര്യം. ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് 2 and 3 അവരുടെ ഈ സ്റ്റേറ്റ്മെന്റ്സിൽ പല കോൺട്രാഡിക്ഷൻസ് ഉണ്ട്. അതായത് ജൂൺ 4-ാം തീയതി പറയുന്നു, എന്നാൽ ജൂൺ 15-ാം തീയതി പോകുന്ന ദിവസം മറിയക്കുട്ടി എന്തെങ്കിലും പറഞ്ഞതായിട്ട് കൃത്യമായിട്ട് ഒന്നും പറയുന്നില്ല. അതായത് ഇവര് എന്തുകൊണ്ട് കുട്ടീനെ കൂടെ കൂട്ടുന്നില്ല അല്ലെങ്കിൽ അതേപറ്റി യാതൊരു സംഭാഷണം നടത്തിയതായിട്ട് കോടതിയിൽ മൊഴിയില്ല. കോടതിയിൽ അത്തരത്തിലൊരു മൊഴിയില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഈ മറിയക്കുട്ടി പോകുന്ന സമയത്ത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് 3 സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ ഈ പ്രോസിക്യൂഷൻ വിറ്റ്നസ് 3യുടെ സ്റ്റേറ്റ്മെന്റ് ആണ് വളരെ സ്ട്രോങ് ആയിട്ട് സെഷൻസ് കോടതി എടുത്തത്. എന്നാൽ പ്രോസിക്യൂഷൻ വിറ്റ്നസ് 3ക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടിയത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് 2 പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും
ഒരാൾ പറഞ്ഞു, മറ്റൊരാൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ സ്റ്റേറ്റ്മെന്റിന് അത്ര ഒരു 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 എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കോടതിയുടെ മുമ്പിൽ അതിനൊരു ക്ലാരിറ്റി. പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വിചാരണ വേളയിൽ ഒരു ഘട്ടത്തിലും ഈ പറയുന്ന PW2 and 3 അച്ഛനെ നേരിട്ട് പരിചയമുണ്ടെന്നോ അച്ഛനെ കണ്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഈ മറിയക്കുട്ടി ഇത്തരത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗോതമ്പും പാൽപ്പൊടിയും മേടിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നോ അച്ഛനെ നേരിട്ട് പരിചയമുണ്ടെന്നോ വിചാരണ വേളയിൽ ഒരു ഘട്ടത്തിലും ഇവർ പറയുന്നില്ല. എല്ലാം ഈ മറിയക്കുട്ടി പറഞ്ഞു എന്ന ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി കണ്ടെത്തുന്നത്, പ്രോസിക്യൂട്ടർ കമ്മീഷണേഴ്സ് 2 and 3 പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ശരിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ അതിപ്പോൾ മുഖവിലേക്ക് എടുത്താൽ പോലും, ഈ മറിയക്കുട്ടി ചങ്ങനാശ്ശേരിയിൽ എത്തിയെന്നോ അച്ഛനെ കണ്ടതിനെന്നോ യാതൊരു തെളിവുമില്ല. അവിടുത്തെ പൈസ ഇനി അച്ഛനെ കാണാനാണ് പോയിക്കോട്ടെ, കോടതി പറയുന്ന ഒരു കാര്യമാണ്, പോയിക്കോട്ടെ, നീ പൈസ മേടിച്ചോ വന്നോട്ടെ, മാസത്തില് 50 രൂപ 100 രൂപയൊക്കെ കിട്ടിക്കോട്ടെ, പക്ഷെ അതെങ്ങനെ കൊലപാതകത്തിലേക്ക് നയിക്കും? നീ പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ പറയുന്ന ഇളയ മകൻ ഇല്ലാതെ വരാൻ ആവശ്യപ്പെട്ടു, അങ്ങനെ ആവശ്യപ്പെട്ടു, അച്ഛൻ ആവശ്യപ്പെട്ടാൽ തന്നെ ആ ദിവസം ചങ്ങനാശ്ശേരിക്കാണ് പോയതെന്നതിൽ യാതൊരു തെളിവുമില്ല. ഇനി അഥവാ അങ്ങനെ അച്ഛൻ ആവശ്യപ്പെട്ടിരിക്കുക തന്നെ അച്ഛനാണ് കൊന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. കോടതി കണ്ടു. പിന്നെ കോടതി നിയമപരമായിട്ട് മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മരിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കുട്ടി ഇന്ന ആളുടെ പുത്രനാണ് എന്ന് ആ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ തെളിവുകൾ ഇല്ലാതെ അതൊരിക്കലും അത് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ആ കാലത്ത് DNA ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളില്ല എങ്കിൽ പോലും ശാസ്ത്രീയമായ മറ്റു ചില ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടെസ്റ്റുകളെ പോലീസ് അവലംബിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചതൊക്കെ. അപ്പോൾ ഈ നമുക്ക് കൃത്യമായി നമുക്കത് പറയാൻ സാധിക്കും. ഒന്ന്, ഇവർ പറയുന്ന, അതായത് ക്രിമിനൽ ഇന്റിമസി ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന മൊഴികൾ കോടതി നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കും വിശ്വാസത്തിൽ എടുക്കുന്നില്ല. കാരണം മരിച്ച ഒരു വ്യക്തിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ പറയുന്ന മറിയക്കുട്ടി ചങ്ങനാശ്ശേരിക്കാണ് പോയത്, അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛനെയാണ് കാണാൻ പോയത് എന്നതിന് യാതൊരു തെളിവുമില്ല. ചങ്ങനാശ്ശേരിയിൽ വന്നതിന് യാതൊരു തെളിവുമില്ല. മറ്റൊരു കാര്യം, പ്രോസിക്യൂഷൻ ഈ ഇളയ കുട്ടിയുടെ പിതൃത്വവുമായി ബന്ധപ്പെട്ടാണ് അച്ഛനിൽ ഒരു ക്രിമിനൽ കുറ്റം അല്ലെങ്കിൽ ആ ക്രിമിനൽ ഇന്റിമസി ആരോപിക്കുന്നത്. അതും കോടതി നിരാകരിക്കുന്നുണ്ട്. ഈ ഇളയ കുട്ടി അച്ഛന്റെ പുത്രനാണ് എന്ന തരത്തിൽ യാതൊരു തെളിവോടുകൂടി അത് സ്ഥാപിച്ചെടുക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവില്ല. മറ്റൊരു കാര്യം, ഈ പറയുന്ന PW2, PW3 ഇവർക്കാർക്കും, ഈ പറയുന്ന PW20 ആയിക്കോട്ടെ, ഈ പറയുന്ന ഈ പറ്റുകാരന്റെ മൊഴി ആണെങ്കിൽ ആയിക്കോട്ടെ, അതുപോലും അവർക്ക് പോലും ഈ പറയുന്ന അച്ഛനെ വ്യക്തിപരമായിട്ട് അറിയോ അല്ലെങ്കിൽ അച്ഛനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറിയക്കുട്ടിയും അച്ഛനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് അവർ ദൃക്സാക്ഷികളാണ്, അല്ലെങ്കിൽ മറിയക്കുട്ടി അച്ഛനെ നേരിട്ട് കണ്ടതിന് അവർ ദൃക്സാക്ഷികളാണ് എന്ന തരത്തിൽ ഒരു മൊഴി വിചാരണ കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കോടതി ഇവരുടെ മൊഴികൾ വിശ്വാസത്തിൽ എടുക്കാതെ പോയത്. ഒപ്പം തന്നെ ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അച്ഛൻ കുറ്റക്കാരനാണ് എന്ന് വിധിച്ച കൊല്ലം സെഷൻസ് കോടതിയുടെ ആ ഒരു വിധിന്യായത്തെ കോടതി നിശിതമായി വിമർശിക്കുകയും ഒപ്പം തന്നെ തെളിവുകളുടെ അഭാവത്തിൽ ഫാദർ ബെനഡിക്ട് ഓണംകുളത്തെ കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതുകൊണ്ട് വളരെ വിശദമായി തന്നെ ഈ 6 സാഹചര്യങ്ങളും കൊല്ലം സെഷൻസ് കോടതി അച്ഛനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച 6 സാഹചര്യങ്ങളും എന്തുകൊണ്ട് ഹൈക്കോടതി നിയമത്തിന്റെ കണ്ണിലൂടെ ഒപ്പം തന്നെ ചില ലോജിക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്നത് വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ സാധിച്ചു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അതായത് ഹൈക്കോടതിയിലുള്ള വാദപ്രതിവാദങ്ങളിൽ കോടതി കണ്ടെത്തിയ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് പ്രോസിക്യൂഷൻ ഭാഗം പറഞ്ഞത് കൊല നടന്നത് ഇന്ന സ്ഥലത്താണെന്ന്. അതായത് മൃതദേഹം എവിടെ കണ്ടോ അവിടെയാണ് കൊല നടന്നതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ അച്ഛനു വേണ്ടി ഹാജരായ ASR ചാരി പറഞ്ഞത് ഇത് വേറെ മറ്റൊരു ഇടത്ത് നടന്ന കൊലപാതകം ബോഡി കിട്ടിയ സ്ഥലത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്തതെന്നാണ്. കോടതി ഇത് കേട്ടിട്ട് പറയുന്നത് ഈ രണ്ടാമത്തെ വാദത്തിനാണ് കോടതിക്ക് കൂടുതൽ സ്വീകാര്യത തോന്നുന്നത് എന്നാണ്. അതെ, നമ്മൾ ഈ ഒരു കൊലപാതകത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ആ സ്പോട്ടൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ച മറ്റൊരു കാര്യം, ഈ ഒരു കൃത്യത്തിനിടയിൽ, ഇത്ര ക്രൂരമായ ഒരു കൊലപാതകത്തിനിടയിൽ ഈ വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തതായിട്ടോ പെടഞ്ഞതായിട്ടോ തിരിഞ്ഞതായിട്ടോ ഒന്നുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറ്റൊരു പോസിബിലിറ്റിയെ കുറിച്ച് ന്യായമായിട്ട് ചിന്തിക്കാം. അത് ഇപ്രകാരമാണ്. ഇവിടെ മുമ്പ് സൂചിച്ചതുപോലെ ഈ ഒരു വ്യക്തി കൊല്ലപ്പെട്ടത് നമ്മൾ കണ്ട ഈ ഒരു മന്ദമരുതി ആ ഒരു സ്പോട്ടിന് അടുത്തുള്ള ഒരു പ്രദേശത്താകാം. അതൊരു പക്ഷേ ഏതെങ്കിലും വീട്ടിലാകാം. ഇനി നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തിയെ കൊലപ്പെടുത്താൻ ഒന്നിലധികം ആൾക്കാരുടെ സഹായം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഒരു വഴി കൂടി കിടന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സമീപ പ്രദേശത്താണ് ഈ വ്യക്തി കൊല്ലപ്പെട്ടതെങ്കിൽ ഒരു വാഹനമുള്ള ഒരു ജീപ്പ് അല്ലെങ്കിൽ ഒരു വാഹനമുള്ള ഒരു വ്യക്തി മറ്റു 2-3 വ്യക്തികളുടെ സഹായത്തോടു കൂടി കൊല ചെയ്തതിനു ശേഷം ഈ ബോഡി ഇവിടെ കൊണ്ട് ഇട്ടതാകാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്.
അപ്പോൾ വളരെ വ്യക്തമാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ അച്ഛനെതിരെ, ബെനഡിക്ട് അച്ഛനെതിരെ കൊല്ലം സെഷൻസ് കോടതി കൊണ്ടുവന്ന തെളിവുകൾ ഹൈക്കോടതി എങ്ങനെ അത് ഒരു പൊളിച്ചടുക്കിയെന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അത് നമ്മൾ കൃത്യമായി തന്നെ ചർച്ച ചെയ്തു. വളരെ ശക്തവും വ്യക്തവുമായ ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഈ കുറ്റസമ്മത മൊഴികളുടെ സ്വാധീന വലയത്തിൽ പ്രോസിക്യൂഷൻ വിട്ടുപോയി. ഒപ്പം തന്നെ ഈ കൊല്ലം സെഷൻസ് കോടതിയുടെ വിധിന്യായം ചില അറബിക് കഥകളെ മാത്രം, അറബിക് കഥകളെ പോലെയുള്ള ചില വിധിന്യായങ്ങൾ, അത്തരം കഥകളെ മാത്രം അവലംബിച്ചിട്ടുള്ള വിധിന്യായമാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ അച്ഛനെ തൂക്കിക്കൊല്ലാൻ കൊല്ലം സെഷൻസ് കോടതി കൊണ്ടുവന്ന എല്ലാ തെളിവുകളും കൂടി കൂട്ടിച്ചേർത്താൽ പോലും വെട്ടും വട്ടപൂജ്യം എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്തൽ ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. മന്നമരുതി മാടത്തരുവി മറിയക്കുട്ടി കൊലക്കേസ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു കേസിൽ കൊലപാതകം നടന്നു എന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. കൊല ചെയ്യപ്പെട്ട വ്യക്തി മറിയക്കുട്ടിയാണ് എന്നതും വ്യക്തമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഫാദർ ബെനഡിക്ട് ഓണംകുളം ഈ കൊലപാതകത്തിന് യാതൊരു പങ്കും അദ്ദേഹത്തിന് ഇല്ല എന്നൊരു കാര്യം കൂടി വ്യക്തമായി തന്നെ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെ ചർച്ചകളിൽ വ്യക്തമായി തന്നെ അവതരിപ്പിക്കാൻ സാധിച്ചു. പക്ഷെ അപ്പോഴും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ നാം കണ്ടതുപോലെ ഈ 2000 ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഡോക്ടറുമായി ബന്ധപ്പെട്ട ഒരു കുടുംബമൊക്കെ വന്ന് അച്ഛന്റെ അടുത്തൊരു കുമ്പസാരം അല്ലെങ്കിൽ ഒരു കൺഫെഷൻ നടത്തി, ഈ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നടത്തി എന്നൊരു വാർത്തകളൊക്കെ പത്രമാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ സാക്ഷി മൊഴികൾ, നമുക്കറിയാം കോടതി സാക്ഷി മൊഴികളെ അവിശ്വസിച്ചത് ആ സാക്ഷി മൊഴികളിലെ കൃത്രിമത്വം അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇവർ കണ്ടു എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് ആരായിരിക്കാം? ആരാണ് യഥാർത്ഥ കൊലപാതകി? ആ വിഷയങ്ങൾ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ, നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.